NK ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിലുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ ഒരു ട്രക്കിംഗ് ആണ് പോകുന്നത്. പറയാം, കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും കാടിനുള്ളിൽ നിന്നും കിട്ടുന്ന മനോഹരമായ ശബ്ദം കേൾക്കുവാനും ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ ട്രക്കിംഗ് തിരഞ്ഞെടുക്കുക. നമുക്ക് 3 മണിക്കൂർ ട്രക്കിംഗ് ആസ്വദിക്കാൻ വന്ന നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പണി കിട്ടി. 1 മാസം മുൻപ് ട്രക്കിങ്ങിന് പോയ ഗൈഡിനെയും സഞ്ചാരികളെയും ഇവിടുത്തെ കാട്ടാന ആക്രമിച്ചു. അതിൽ ഗൈഡിന് നല്ലതുപോലെ പരിക്കുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 3 മണിക്കൂറും അതിനു മുകളിലുള്ള ട്രക്കിംഗ് തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. ട്രക്കിങ്ങിന് പോകുന്നവർ പേരും അഡ്രസ്സും സൈനും എല്ലാം നൽകിയിട്ട് വേണം പോകാൻ. വീട് എവിടെയാണ്? ഇവിടെ തന്നെ ഈ ലൊക്കാലിറ്റി. പേര് ശക്തി. അതിൽ ശക്തി എന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനും അല്പം പ്രായമുള്ള പ്രകാശ് എന്ന് പറയുന്ന അങ്കിളുമാണ് ഞങ്ങൾക്കൊപ്പം ഗൈഡായി വരുന്നത്. 5 പേരടങ്ങുന്ന ഒരു ടീമിന് ഒരു ഗൈഡ് എന്നാണ് ഇവിടെ കണക്ക്. ഞങ്ങൾക്ക് 2 ടീമായതിനാൽ 2 ഗൈഡിനെ ഇവർ അനുവദിച്ചു. ചാമ്പൽ മലയണ്ണാൻ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു തൂക്കുപാലമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പ്രകാശ് അങ്കിൾ. പുള്ളിയുടെ വീട് ഇവിടെ തന്നെയാണ്. ഇവിടെ മുതലാണ് നമ്മൾ ശരിക്കും ട്രക്കിംഗ് ആരംഭിച്ചു തുടങ്ങുന്നത്. ട്രക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കൂട്ടം മാനിനെ കാണാൻ സാധിച്ചു. പക്ഷേ മൊബൈൽ ക്യാമറ ആയതിനാൽ സൂമിങ് വളരെ ഒരു പരിമിതിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാടിനെ അടുത്തറിയാവുന്നവരും ഇഷ്ടപ്പെടുന്നവരും മാത്രം ഈ ട്രക്കിങ്ങിൽ പങ്കെടുക്കുക. ആനിമൽസിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ സാധിക്കും എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ആനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ബോണസ് പോയിൻ്റായി കരുതുക. നടക്കുന്ന വഴികളിൽ മൊത്തം ആനപ്പിണ്ടത്തിൻ്റെ അയ്യരളിയായിരുന്നു. വീണ്ടും ആനപ്പിണ്ടം. ആന എന്ത് ആന എൻ്റെ ചേട്ടൻ അങ്ങനെ പിടിച്ചു പോയി. നിങ്ങളുടെ ചേട്ടനെ പോയ കെസ്റ്റൊന്നും ഒന്നും സംഭവിച്ചില്ല. അതെ, മുമ്പ് പോയ ആൾക്കാണ് സംഭവിച്ചു പോയത്. ആന പിടിച്ച് എഴിഞ്ഞ് ഇവിടെ മരിച്ച് തോടെ പോയി. എല്ലാം പോയ കൊണ്ടാണ് പരിക്കാണല്ലേ? പോയ കെസ്റ്റൊന്നും സംഭവിച്ചില്ല. ഒറ്റയാനാണോ? അതെ, ഒറ്റയാന. അതുകൊണ്ടാണ് ഇത്രയും പേര് പോയാലും അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ 3 മണിക്കൂറാണെങ്കിൽ ഇതിൽ മുകളിൽ പോയി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. അതെ, ഇപ്പം അതുകൊണ്ടാണ് ഈ 1 അവർ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ മാത്രം ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോകാൻ. ഓ, ശരി. പ്രകാശ് ചേട്ടൻ്റെ ഒരു ബന്ധുവിനെയാണ് ആന ആക്രമിച്ചത്. അതിനുശേഷമാണ് മറ്റു പാക്കേജുകളെല്ലാം തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നും ആനിമൽസിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതലും മാനും മ്ലാവും കാട്ടുപോത്തും ആനയും ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിന്ന് ആനയെ കാണാൻ സാധിച്ചില്ല. ഒരു പശുവിൻ്റെ പൊക്കവും വലിപ്പവുമുള്ള മ്ലാവുകൾ ഒരുപാട് ഇവിടെ കിടന്ന് വിലസുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ കിട്ടുന്നില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഫോറസ്റ്റിൻ്റെ വണ്ടി പോകാനേ മലയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൂപ്പറാക്കണം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു മനോഹര കാട് എന്ന് തന്നെ പറയാം. ട്രക്കിങ്ങിന് പോകാതെ തന്നെ വാച്ച് ടവറിന് മുകളിൽ മാത്രം കയറാൻ പ്രത്യേക പാക്കേജ് ഉണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനയെ കണ്ടില്ലെങ്കിൽ എന്താ, ആനപ്പിണ്ടത്തിൻ്റെ അയ്യര് കളിയായിരുന്നു ഇവിടെ മുഴുവനും. മറ്റു കാടുകളെ അപേക്ഷിച്ച്
ചിന്നാർ കാടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ചിന്നാർ കാടിനെ മഴ നിഴൽ കാടായിട്ടാണ് പറയുന്നത്. അതായത് മഴ തീരെ കുറവ്. അതുകൊണ്ടാണ് ഈ കാട് നമുക്ക് ഡ്രൈ ലാൻഡായി തോന്നുന്നത്. കള്ളിമുള്ളിൻ്റെ പഴം അത് കഴിക്കണല്ലോ. ഇതാണ് കള്ളിമുള്ളിൻ്റെ പഴം. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ കഴിച്ചവർ അതാ വീണ്ടും കഴിക്കുന്നു. ഗൈഡ് അത് പറിച്ചു മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് പുഴക്കരയിലെത്തി. ഇതാണ് ചിന്നാർ. ഇവിടെ വന്നപ്പോഴും ആനപ്പിണ്ടം ഒരുപാട് കാണാൻ സാധിച്ചു. ആനയും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വരുന്ന സ്പോട്ട് തന്നെയാണിത്. അങ്ങോട്ട് തമിഴ്നാട്, പുഴയ്ക്ക് ഇങ്ങോട്ട് നമുക്ക് ഈ പുഴയ്ക്കപ്പുറം തമിഴ്നാടാണ്. അത് തമിഴ്നാട്. അത് കലക്കി. ഈ പുഴയ്ക്കപ്പുറം തമിഴ്നാടും നമ്മൾ നിൽക്കുന്ന സ്ഥലം കേരളവുമാണ്. മറയൂർ ചന്ദനക്കാട്ടിൽ ഒഴുകുന്ന നദി, അതായത് പാമ്പാർ നദി, ആനമുടിയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി, അതായത് കബനി ഭവാനി പാമ്പാർ. ആ പാമ്പാറാണ് ഇത്. ചിന്നാർ കാടിനുള്ളിലെത്തുമ്പോൾ ഇത് ചിന്നാർ നദിയായി മാറുന്നു. തമിഴ്നാട്ടിൽ എത്തുന്ന ഈ നദി അവിടുത്തെ തേനാറുമായി ചേർന്ന് അമരാവതിയായി മാറുന്നു. മാവിൻ്റെ സൈസ് ഇതേ നിങ്ങൾ ഒന്നും എടുക്കൂല, ലേലത്തിന് പോലും പോവില്ല. ആരും എടുക്കത്തില്ല. അമരാവതി ഡാമിൽ പോയി ചേർന്നേ ഉള്ളൂ. ആരും കൊണ്ടുപോകത്തില്ല. ഇത് ഡാമിൽ ആൾക്കാരെടുക്കും. ഇത് ഒഴി പോകും. അത് ഈ വെള്ളം പുഴയിൽ വന്ന് അടിച്ചു കൊണ്ടുപോയാൽ അവർക്ക് 1 മണിക്കൂർ അടങ്ങുന്ന ട്രക്കിങ്ങിന് 200 രൂപയാണ് ചാർജ്. പെട്ടെന്ന് 3 മണിക്കൂറിന് 300 രൂപയും 6 മണിക്കൂറിന് 700 രൂപയാണ് ചാർജ് വരുന്നത്. ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് ഈ കാട്. ഹൈറ്റ് കുറഞ്ഞ മരങ്ങളും ഡ്രൈ ഫോറസ്റ്റുമാണ്. ഇവിടം മഴ കുറവാണെങ്കിൽ കൂടി ചില സമയങ്ങളിൽ മഴ പെയ്യാറുണ്ട്. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു തണുപ്പിൻ്റെ ആ ഒരു രീതിയിൽ രാവിലെ വന്നാൽ നല്ല കോടയും ആ ചെറിയ ചാറ്റൽ മഴയും ഈ കാടിൻ്റെ പ്രകൃതി ഭംഗിയും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ മുഴുവൻ വിജനമാണ്. ഇതിനങ്ങനെയാണോ? അങ്ങനെ 1 മണിക്കൂറത്തെ ചെറിയ ട്രക്കിംഗ് കഴിഞ്ഞു ഞങ്ങൾ തിരികെ മടങ്ങി. ഒരു 3 മണിക്കൂറെങ്കിലും ട്രക്കിങ്ങിനാണ് ഞങ്ങൾ വന്നത്. അതിൻ്റെ ചെറിയ വിഷമമുണ്ട്. വെറും 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് തിരികെ പോരേണ്ടി വന്നു. മൂന്നാറിൽ നിന്നും ചിന്നാറിലേക്ക് 48 കിലോമീറ്ററാണ് ദൂരം. നിങ്ങളുടെ പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സോ നിങ്ങളുടെ പ്രൈവറ്റ് വാഹനമോ ഇവിടേക്ക് വരാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എല്ലാ ദിവസവും ഓപ്പൺ ആണോ? ഇല്ല.